ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. എല്ലാവർക്കും എൻ്റെ ഓശാന വിഷു ആശംസകൾ. ഇത് ഓശാനയുടെ അന്നെടുത്ത ലോങ് വീഡിയോ ആണ് കേട്ടോ. ഇത് ഇനിയും നീണ്ടുപോയാൽ ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ഞാൻ ഓശാന വീഡിയോ ഇറക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഈ ലോങ് വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യുന്നത്. ഞങ്ങളിവിടെ ശനിയാഴ്ച രാത്രി കൊഴുക്കട്ട ചെയ്യും. കൊഴുക്കട്ട ശനി എന്നൊക്കെ എറണാകുളം ഭാഗത്ത് പറയുന്നത് എനിക്കറിയാം, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ശനിയാഴ്ച നൈറ്റ് കഴിക്കാനല്ല കൊഴുക്കട്ട ചെയ്യുന്നത്. ശനിയാഴ്ച രാത്രി ചെയ്ത് വെച്ചാൽ ഞായറാഴ്ച രാവിലെ 7 മണിക്കാണ് പള്ളിയിൽ ചടങ്ങുകൾ തുടങ്ങുന്നത്. 7 മണിക്ക് അവിടെ കുരുത്തോല കൊടുത്തു തുടങ്ങും. അത് കഴിഞ്ഞിട്ടൊരു പ്രദക്ഷിണമുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് പൂജ തുടങ്ങുക. ഈ പൂജ തീരാനായിട്ട് 8-8:30 ആവും. അപ്പോഴേക്കും നമുക്ക് നല്ലപോലെ വിശക്കും. പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് പോകുന്നതല്ലേ. പ്രദക്ഷിണം ചെറുതാണ് കേട്ടോ, അധികം നടക്കുകയൊന്നും വേണ്ട. എന്നാലും വിശപ്പിൻ്റെ വിളിയങ്ങെത്തും. തിരിച്ച് വീട്ടിൽ വന്നാൽ കൊഴുക്കട്ട എടുത്ത് കഴിക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ ശനിയാഴ്ച രാത്രി ഉണ്ടാക്കിയാൽ, രാത്രി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 10 മണിക്കാണ് ഈ പരിപാടി തുടങ്ങുന്നത്. ഡിന്നറൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടക്കുന്ന ഒരു ടൈം ആയപ്പോഴത്തേക്ക് പിള്ളേരെ അലനൊപ്പം മേളിൽ പറഞ്ഞ് വിട്ടിട്ടാണ് ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഈ സമയത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു 10-20 മിനിറ്റ് അത് ആവിയിൽ വെച്ചിട്ട് അത് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. നാളെ നമ്മൾ പള്ളിയിൽ നിന്ന് തിരിച്ച് വന്നിട്ട് എടുത്ത് കഴിച്ചിട്ട് എല്ലാവരും കഴിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ തീരും. പിന്നെ 1-2 എണ്ണം ബാക്കിയുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് വൈകിട്ട് പിന്നെ എടുത്ത് കഴിക്കുക. നാളത്തെ ഒരു ദിവസം ഫുള്ള് തോന്നുമ്പോഴൊക്കെ അങ്ങ് കഴിച്ച് അത് പിന്നെ അങ്ങനെ ബാക്കി കാണത്തില്ല. ലഞ്ചിന് മുമ്പ് തന്നെ മിക്കവാറും തീരും. അപ്പോൾ ഇതേ കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് ഫ്രിഡ്ജിലിരുന്ന് കുറച്ച് ശർക്കര എടുത്ത്, ഇത് നിലൂന് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയ ശർക്കരയാണ് കേട്ടോ. അത് കുറച്ചിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. ഇരുന്നിരുന്നത് കല്ലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അത് പൊടിക്കാനായിട്ട് കത്തി വെച്ച് ചീകിയിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇടികല്ലെടുത്ത് വെച്ചത് നന്നായിട്ട് ഇടിച്ച് ഉടച്ച് ഒരു പരുവാക്കിയിട്ട് ഒരു ലേശം വെള്ളം ആഡ് ചെയ്യും. അല്ലാതെ ഇത് ഉരുകത്തില്ല, പെട്ടെന്ന് കറിയിൽ അടിയിൽ പിടിക്കും, കട്ടിയായി പോകും ഒരുപാട്. അതുകൊണ്ട് ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ചട്ടിയിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇതിനെ വിളയിച്ചെടുക്കുക എന്നാണ് കേട്ടോ പറയുന്നത്. അറിയാമായിരിക്കും നിങ്ങൾക്ക്, എന്നാലും ഞാൻ പറയുന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്തേക്ക് നമുക്കിനി തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അമ്മ തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല, ശർക്കരയിൽ ആവശ്യത്തിന് ഉപ്പുണ്ടാവും. തേങ്ങയും കൂടെ ആഡ് ചെയ്ത് ഇത് നല്ലപോലെ ചിക്കി കൂട്ടിയെടുക്കണം. ഇതിനകത്തേക്ക് പൊടികളായിട്ട് ഏലക്കാപ്പൊടിയും ഇത്തിരി ചുക്കും ജീരകപ്പൊടിയുമാണ് ഇടുന്നത്. പക്ഷേ ചുക്കിടുന്നതിൻ്റെ ആ ഒരു ഫ്ലേവർ എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചുക്കിടാറില്ല. ഏലക്ക ഇവിടെ പൊടിയില്ലാത്തത് കൊണ്ട് ഞാനൊരു 2 ഏലക്ക എടുത്തിട്ട് കത്രിക കൊണ്ട് അങ്ങോട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ചിലതിങ്ങനെ കൈവച്ച് പിച്ചുമ്പോഴത്തേക്ക് അത് കീറി വരും. ഇപ്രാവശ്യം എടുത്ത ഏലക്ക ഒന്നും കീറി വരുന്നില്ല. അങ്ങനെ ഞാൻ കത്രിക എടുത്ത് 2 ഏലക്ക അങ്ങോട്ട് മുറിച്ചിട്ട് കുറച്ച് ജീരകപ്പൊടിയും ഇട്ടു. ഇത് രണ്ടും മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഇതൊന്ന് തണുക്കണം. നമുക്ക് കൊഴുക്കട്ടയ്ക്ക് അകത്തോട്ട് ഇത് വെക്കണമെങ്കിൽ ഇത് ഉരുകിയ ശർക്കരയല്ലേ, ഈ ഒരു പരുവത്തിന് ഇരുന്നാലും നമുക്കിത് കൈവച്ച് പിടിക്കാൻ പറ്റത്തില്ല. അത് തണുക്കാനായിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം. ഇതിനിടയിൽ ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെയൊക്കെ കഴിക്കും. ഇനി ബാക്കി വെക്കുമ്പോഴും കുറച്ചെടുത്ത് കഴിക്കും. അധികം ബാക്കി കാണത്തില്ല, ആ വരുന്ന ഇത്തിരി ഞാനങ്ങ് കഴിക്കും. പണ്ടേ അങ്ങനെയാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങൾ കണ്ണനും ലൂസും ഞാൻ എല്ലാവരും കഴിക്കും. ലില്ലിയംച്ചിയൊക്കെ ഒരുപാടുണ്ടാക്കും. നമ്മൾ 10 പേര് ഒരുമിച്ചൊരു, അതായത് അപ്പൻ്റെ വീട്ടിലായിരുന്നപ്പോൾ, എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ കൊച്ചുപ്പയും മിനി ആൻറ്റിയും ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ 10 പേരുണ്ട്. അപ്പോൾ ഒത്തിരി ഉണ്ടാക്കണം. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും കണക്ക് ചില ദിവസങ്ങളിൽ കിട്ടത്തില്ല കേട്ടോ. ഇതിനകത്ത് ഞങ്ങളതിനെ തീറ്റയെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ വിളയിച്ചെടുത്തില്ലേ, തീറ്റ ചിലപ്പം ബാക്കി കാണത്തില്ല. അപ്പോൾ നമുക്ക് സങ്കടമാണ് കിട്ടാത്തപ്പോൾ. മിക്ക ദിവസങ്ങളിലും ബാക്കി കാണും. അപ്പോൾ ഈ ബാക്കി വരുന്നത് ഞങ്ങളെല്ലാവരും കൂടെ വീതിച്ച് ഓരോ സ്പൂൺ വീതം ഓരോരുത്തരുടെ വായിലായിട്ട് വെച്ച് തരും. പിന്നെ ഈ ഓശാന ഞായറാഴ്ച രാവിലെ തുടങ്ങുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഓരോ കൊഴുക്കട്ട എടുത്ത് കയ്യിൽ പിടിച്ച് ഇങ്ങനെ കഴിച്ച് നടക്കും. അത്രയും അവിടെ ചെയ്തും വെക്കും. ഇപ്പോൾ ഇവിടെ അധികം അല്ലെന്തായാലും മധുരം കഴിക്കത്തില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചാൽ കൊഴുക്കട്ട ഞായറായതുകൊണ്ട് ഒരെണ്ണം വല്ലതും കഴിക്കും, ഓശാന ആയതുകൊണ്ട്. പിന്നെ അമ്മയും ഞാനും പിള്ളേരും ഞങ്ങൾ എങ്ങനെയൊക്കെ കഴിച്ചാലും അധികം വേണ്ടല്ലോ നമുക്ക്. അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഈ ഒരു ചെറിയ ബൗളിൽ കുറച്ച് ഇടിയപ്പത്തിൻ്റെ പൊടിയും കുറച്ച് മൈദപ്പൊടിയും. ഇടിയപ്പത്തിൻ്റെ പൊടി ആഡ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്കിതൊരു 10-25 മിനിറ്റ് ഒന്നും വെക്കണ്ട. ഈ അരിപ്പൊടി ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുന്നതാണ് വേവാൻ 20 മിനിറ്റ് വേണ്ടി വരുന്നത്. ഈസി ഇടിയപ്പം പൊടിയുടെയൊക്കെ പാക്കറ്റിൽ എഴുതിയേക്കണ പോലെ ഇത് നമുക്കൊരു 5 മിനിറ്റ് സ്റ്റീം ചെയ്താൽ ഈ മാവ് വേവും. പിന്നെ മൈദ ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒരു 3-4 മിനിറ്റും കൂടെ എക്സ്ട്രാ. എന്തായാലും എനിക്കൊരു 10 മിനിറ്റിനകത്ത് തീ ഓഫ് ചെയ്യാൻ പറ്റും. ഇതാകുകയും ചെയ്യും, നല്ലപോലെ ആവുകയും ചെയ്യും. പിന്നെ ഒരു മിനുസത്തിനൊക്കെ വേണ്ടി ഞാനൊരു സ്പൂൺ നെയ്യും കൂടെ മാവിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും ചേർത്ത് പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചിട്ട്, അപ്പോഴേക്കും നമ്മൾ വിളയിച്ച് വെച്ചിരുന്ന ശർക്കരയും തേങ്ങയൊക്കെ തണുത്തിട്ടുണ്ടായിരുന്നു. കൊഴുക്കട്ട ഉരുട്ടിയെടുത്തു. ഇത്തവണ ചെറുതായിട്ടുണ്ടാക്കണം എന്നാണ് മനസ്സിൽ വിചാരിച്ചതെങ്കിലും ആദ്യത്തെ ഉരുള കുറച്ച് വലുതായിപ്പോയി. പിന്നെ ഈ സൈസിൽ വലിയ ഡിഫറൻസ് വരണ്ടാന്ന് കരുതിയിട്ട് ഞാനെല്ലാം വലിയ കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയത്. ഒരാൾക്ക് ഒരെണ്ണം തിന്നാൽ തന്നെ മതിയാവുന്ന രീതിയിൽ. മേലെ ഉറങ്ങാനായിട്ട് അലൻ ലൈറ്റ് ഓഫ് ചെയ്തതിനാണ് കേട്ടോ ഒരാൾ നേരെ താഴത്തോട്ട് വന്നേക്കുന്നത്.
ഞാനിപ്പോൾ രാവിലെ വണ്ടിക്കകത്ത് കയറിയിരുന്നാണ് കേട്ടോ സൗണ്ട് ഇടുന്നത്. ഇപ്പം കേട്ട മമ്മ ഒറിജിനൽ ഞാൻ ഓഡിയോ ആഡ് ചെയ്യുന്ന ടൈമിൽ കേട്ടതാണ്. ഇപ്പോൾ ഇവിടെ സൈഡിൽ വന്നു, ഞാൻ പിന്നെ അകത്ത് പറഞ്ഞു വിട്ടു മമ്മ സൗണ്ട് ഇട്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട്. മമ്മ പുട്ടുണ്ടാക്കുന്നോ എന്നും ചോദിച്ചിട്ടാണ് വന്നത്. അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ കയറ്റിയിരുത്തി. അമ്മ തേങ്ങയൊക്കെ തിരികെ വെച്ചിട്ടൊന്ന് കുളിക്കാനും മറ്റുമൊക്കെ ആയിട്ട് പോയി. അമ്മ രാത്രിയാണ് കുളിക്കുന്നത്, എന്നെ പോലെ തന്നെയാണ്, കുളിച്ചിട്ട് കിടന്നുറങ്ങും. ഇനി അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിടിച്ച് കിടത്തി കഥയൊക്കെ പറഞ്ഞ് അവനെ അങ്ങ് ഉറക്കും. അമ്മേൻ്റെ കൂടെ തന്നെയാണ് രാത്രി ഉറങ്ങാറുള്ളതും. തലയിൽ എണ്ണയൊക്കെ ഇട്ടിട്ട് അവസാനഘട്ട പരിപാടികളിലാണ് കേട്ടോ അമ്മ ഈ രാത്രി ഒരു പിടി ചോറൊക്കെ വരുന്നതേ. ഞാൻ അങ്ങനെ എടുത്ത് കളയും. അതൊക്കെ ചെറിയ പാത്രത്തിലാക്കി അമ്മ കൊണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. ഇത് ഞാൻ ആട്ടാൻ എടുക്കുമ്പോൾ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ശർക്കരയും തേങ്ങ ഇത്തിരി ബാക്കി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കഴിച്ചിട്ട് പോകാം, നമുക്ക് രണ്ടും കൂടെ ഇത് കഴിച്ചിട്ട് പോയി കുളിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ച് നിർത്തി. ഞാനങ്ങനെ എനിക്കിങ്ങനെ ഇരുന്നാലേ ഇഡ്ഡലി തട്ട് എത്തത്തുള്ളൂ. ഇഡ്ഡലി തട്ട് ഞാൻ അവിടെ മേലിലാണ് വെച്ചേക്കുന്നത്. ആ ഒരു റാക്ക് എൻ്റെ കൈ എത്തുന്നതിനും അപ്പുറമാണ്. താഴെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എത്തത്തില്ല, അമ്മയ്ക്ക് ഒട്ടും എത്തത്തില്ല. ഇഡ്ഡലി തട്ടൊക്കെ എടുത്ത് വെച്ചു. ഒരു 10-11 കൊഴുക്കട്ട ഉണ്ടെന്ന് തോന്നുന്നു, അത് മതിയാവും. നമ്മുടെ സൈഡിൽ നിൽക്കുന്ന വാഴയിൽ കുറച്ച് ഇലയുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഒരു ചെറിയ ഇലയും അമ്മ പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ ചെറിയൊരു റൗണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് മേളിൽ വെക്കാനായിട്ട്. മൊമോസ് മേക്കറിൽ കൊഴുക്കട്ട ചെയ്യാത്ത എന്താണെന്ന് പറഞ്ഞാലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ആവി വന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ പോയി കിടക്കണം എന്നല്ല, എനിക്കിനി രാത്രി കുറച്ച് മേക്കപ്പൊന്നും അല്ല പറയേണ്ടത്, എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. കൈ ഒന്ന് വാക്സ് ചെയ്യണം, പിന്നെ കുറച്ച് ബ്ലീച്ച് ഇടണം. വെള്ളാങ്കണ്ണിയിൽ പോയിട്ട് വന്നപ്പോൾ എൻ്റെ കൈയും കാലും ഒക്കെ നല്ല രീതിയിൽ ടാനായി. അപ്പോൾ ഫേസിൽ നിന്ന് നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ടാൻ പോകണമെങ്കിൽ ഞാനൊന്ന് ബ്ലീച്ചൊക്കെ ചെയ്യണം. പിന്നെ എനിക്ക് ഷാമ്പൂ ചെയ്യണം. നാളെ ഒന്ന് സ്ട്രെയിറ്റ്നർ ഇട്ട് പിടിക്കണമെങ്കിൽ മുടി ഇപ്പോൾ ഷാമ്പൂ ചെയ്യണം. അങ്ങനെ ഈ ഇത്രയും പരിപാടികളുണ്ട്. അപ്പോൾ ആവി വന്നാൽ ഉടനെ എനിക്ക് ഓഫ് ചെയ്തിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോകും. മൊമോസ് മേക്കറിൻ്റെ അകത്ത് അധികം ടൈറ്റ് അല്ല അത്, അതിനകത്തോട് ഉറുമ്പിന് കയറാൻ പറ്റും. ശർക്കരയല്ലേ, അതുകൊണ്ട് എന്തായാലും ഉറുമ്പ് കയറും. ഇപ്പോൾ നാളെ രാവിലെ വരെ ഇതിങ്ങനെ ടൈറ്റായിട്ട് അടഞ്ഞിരിക്കണമെങ്കിൽ ഇഡ്ഡലി തട്ടിൽ ചെയ്താലേ പറ്റത്തുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെ നമുക്ക് ഉടനെ എടുക്കാനൊക്കെ ആണെങ്കിൽ ഞാൻ മൊമോസ് മേക്കറിൽ തന്നെ ചെയ്യാറുള്ളൂ. അതിലാണ് കുറച്ചുകൂടെ ആ ഒരു പനമ്പായുടെയും വാഴലയുടെയൊക്കെ മണം നല്ല രീതിക്ക് അതിനകത്ത് ആ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടും. കൊഴുക്കട്ട അടുപ്പിലാക്കി കഴിഞ്ഞപ്പോഴേക്ക് ഇനി ഈ കിച്ചണിലാകെയുള്ള പരിപാടി ഈ 2-3 പാത്രം കഴുകലാണ്. അമ്മ ദേ അവിടെ നിലൂനുള്ള അമൃതം കൂടെ വെച്ചിട്ട് പോയി കുളിക്കാനും, എന്തായാലും അവനെ ഉറക്കണമെങ്കിൽ അമൃതം തണുക്കണം. ഇപ്പോൾ അവിടെ TV ഇട്ടിരുത്തിയിട്ടുണ്ട് കേട്ടോ, കുറച്ച് നേരം അങ്ങനെ ഇരുന്നോളും. കഥയും കേട്ട് ചിലപ്പോൾ ഉറങ്ങിപ്പോവും. രാത്രിയാകുമ്പോഴത്തേക്ക് ഞാൻ കാത്തു വിടത്തില്ല, പകരം ഈ കുഞ്ഞു കഥകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ അതിൽ ഈ ആനയുടെയും ഉറുമ്പിൻ്റെയും കഥ, പിന്നെ തേഴ്സ്റ്റി ക്രോ, ഇതൊക്കെ മലയാളത്തിൽ കിട്ടും. അതൊക്കെ കണ്ട് ചില ദിവസങ്ങളിൽ അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോവും. അങ്ങനെയാണെങ്കിൽ അമൃതം എടുത്ത് വെച്ചിട്ട് അമ്മ അടുത്ത് കിടന്നിട്ട് പിന്നെ അവൻ എപ്പോഴെങ്കിലും എണീക്കുമ്പോൾ കൊടുക്കും. അങ്ങനെ അമ്മ അമൃതവും കാച്ചിക്കഴിഞ്ഞു. ഞാൻ കിച്ചനും ഒക്കെ ഒതുക്കിയിട്ട് ബ്ലീച്ചിങ്ങും വാക്സിങ്ങും ത്രെഡിങ്ങും പിന്നെ കുളിയും ഇതെല്ലാം അത് കഴിഞ്ഞിട്ടാണ് നടത്തിയത്. രാവിലെ ഒരു 5:15 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അലാം വെച്ചിട്ടാണ് എണീറ്റത്. മിനിയാൻറ്റിയുടെ ഒപ്പം പള്ളിയിൽ പോകാനായിട്ടാണ്. ഞാൻ മിനിയാൻറ്റിയും കൊച്ചുപ്പയുടെ ഒപ്പമാണ് പള്ളിയിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകാനായിട്ടിരുന്നപ്പോൾ രാവിലെ മിനിയാൻറ്റിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. മിനിയാൻറ്റിയുടെയൊക്കെ ഒരു ക്ലോസ് റിലേറ്റീവിന് ചെറിയൊരു ഹോസ്പിറ്റൽ കേസുണ്ട്. അപ്പോൾ മിനിയാൻറ്റിക്ക് വരാൻ പറ്റത്തില്ല. അവർ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. രാത്രി 2 മണിക്കാണ് പുള്ളിക്ക് നെഞ്ചുവേദനയായിട്ട് പോയത്. അവരിപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്. അതുകൊണ്ട് പള്ളിയിൽ ഞാൻ എത്തത്തില്ല, നീ കണ്ണനെ വിളിച്ചുകൊണ്ട് പോകണം, അവൻ എന്തായാലും പള്ളിയിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെ കൊണ്ടുപോകണം, അതാണ് മെയിൻ ഉദ്ദേശം. കണ്ണൻ അവിടെ ഉണ്ട്, നീ വിളിക്കണേ, എന്നിട്ട് അവൻ്റെ കൂടെ പോണേന്ന് പറഞ്ഞു. ഇനി ഞാൻ അവനെ രാവിലെ സത്യം പറഞ്ഞാൽ ഞാൻ വിളിച്ചില്ല, അവൻ പതുക്കെ എണീക്കട്ടെ എന്ന് കരുതി. ഞാനെല്ലാം റെഡിയൊക്കെ ആയി കഴിഞ്ഞിട്ട് അവനെ വിളിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ എണീറ്റ് വന്ന് എനിക്കും അലനുമുള്ള കാപ്പി ഇട്ടു. നിലു രാത്രി കുടിച്ച അമൃതത്തിൻ്റെ പാത്രമാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അമ്മയ്ക്ക് രാത്രി ഒഴിച്ചെടുത്തിട്ട് അവൻ കിടന്ന് നിലവിളിച്ചുകൊണ്ടും ഇരിക്കുമല്ലോ, അപ്പോൾ രാത്രി തന്നെ അത് കഴുകി മാറ്റി വെക്കാൻ പറ്റിയിട്ടുണ്ടാവത്തില്ല. അമൃതം കൊടുത്തു കഴിഞ്ഞാൽ അവനെ വീണ്ടും ഉറക്കുകയും വേണം. അതമ്മ വെള്ളം ഒഴിച്ചിട്ടേക്കുക. മീൻകാരൻ ഹോണടിക്കുന്ന ഹോണാണ് ആ കേൾക്കുന്നത്. അങ്ങനെ നമ്മുടെ കാപ്പിയായി. അലനിപ്പോൾ രാവിലെ സിസിജിയിലേക്ക് ഇറങ്ങും. അവർക്ക് ഇന്നുണ്ട്, ബുക്കിംഗ് ഉണ്ട്. അതൊരു 6 മണിക്കൊക്കെ ഇറങ്ങും. അപ്പോൾ ഞാൻ 5:15 എണീറ്റിട്ട് ആദ്യം പോയി ബ്രഷൊക്കെ ചെയ്ത് വന്നിട്ടാണ് കാപ്പിയൊക്കെ ഇട്ടത്. എനിക്കും കാപ്പി കുടിച്ചിട്ട് പള്ളിയിലേക്ക് പോകാമല്ലോ. കാപ്പിയായി. ഞാൻ എൻ്റെ കാപ്പിയും എടുത്ത് അലൻ്റെ കാപ്പിയും കൊണ്ട് ടേബിളിൽ വെച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത എനിക്ക് തോന്നുന്നു രംഗനാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു. അതിന് വ്യൂസേ ഇല്ല. അതെന്നെ വല്ലാണ്ട് അങ്ങ് ബാധിച്ചു. ഞാൻ ഡെയിലി രാവിലെ അപ്പോൾ എണീറ്റിട്ട് ആലോചിക്കും ഇന്ന് വീഡിയോ ഇടണോ, പിന്നെ ചിന്തിക്കും അവർ കാണുന്നില്ലല്ലോ, സ്ഥിരം കാണുന്നവർക്ക് അത് കാണണ്ടല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾ ട്രിപ്പ് വീഡിയോ ഇടാൻ പറഞ്ഞിട്ടല്ലേ കുട്ടികളെ ഞാൻ ട്രിപ്പ് വീഡിയോ ഇട്ടത്, അപ്പോൾ നിങ്ങൾക്കത് കാണണ്ട, നിങ്ങളാരും കണ്ടില്ല. അതിന് വ്യൂസ് തീരെ കുറവാണ്. നിങ്ങളാരും അത് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്നും പോയി കാണുക. അതിൽ ഞാൻ ഡെസ്പായിട്ടിരിക്കുകയായിരുന്നത്. ഞാൻ എന്നെ വളരെ പ്രതീക്ഷയോടെ ചെയ്ത വീഡിയോ ആണത്. അത്രയും ആ ആനയുടെയൊക്കെ അടുത്ത് പോയി നിന്ന് അത് അലനെ കൊണ്ട് ഞാൻ എടുപ്പിച്ചതാണ്. എന്നിട്ട് പോലും അതിന് വ്യൂസ് കുറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു സങ്കടം. പക്ഷേ ഇങ്ങനെ നിർബന്ധിക്കാൻ പറ്റത്തില്ലല്ലോ, നിങ്ങളുടെ ഇഷ്ടമാണല്ലോ ഏത് വീഡിയോ ചൂസ് ചെയ്ത് കാണണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സൺറൈസ് ഒന്ന് കാണാം.
ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മുടിയൊക്കെ കെട്ടി ഈ സ്ട്രൈറ്റ്നർ ഇട്ട് മുടിയൊന്ന് ശരിയാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന 2 വാല് മാത്രമേ സ്ട്രൈറ്റ്നർ ഇട്ട് ഇപ്പോൾ പിടിക്കാറുള്ളൂ കേട്ടോ. എനിക്കൊന്ന് മുടി ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒന്ന് എൻ്റെ പഴയ മുടി ആക്കിയാൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ അതിന് പക്ഷേ ഞാൻ ഇപ്പോൾ ഈ വളർന്നു തുടങ്ങിയേക്കുന്ന സാധനം അങ്ങനെ തന്നെ താഴത്തോട്ട് എത്തിക്കണം. സ്ട്രൈറ്റൻ ചെയ്യാത്ത ഭാഗം, സ്മൂത്തനിങ് ചെയ്യാത്ത ഭാഗം അങ്ങ് താഴെ എത്തണം, എന്നാലേ എനിക്ക് താഴത്ത് കുറച്ച് വേവ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഫ്രണ്ട് പോർഷൻ മാത്രമേ ഞാൻ സ്ട്രൈറ്റ് ചെയ്തോളൂ. പിന്നെ ചൂട് കാരണം ഇങ്ങനെ കെട്ടാനാണ് ഇപ്പോൾ എനിക്കിഷ്ടം. അഴിച്ചിടുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഈർച്ചയും വിയർപ്പും ഒക്കെയാണ്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കണ്ണമോനെയാണ് നോക്കിയത്. അപ്പോഴത്തേക്ക് അവൻ എന്നെ വിളിക്കുകയും ചെയ്തു, എടി ഞാൻ റെഡിയായി, ഇങ്ങോട്ട് വാ, നമുക്ക് ഒരുമിച്ച് പോകാമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു. അയാൾ സ്പ്രേ ഒക്കെ അടിച്ച് ഷൂസൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിനയാൻ്റെയും കൊച്ചുവപ്പം എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചായ വല്ലതും വേണമെന്ന് വെച്ചപ്പോൾ ഇല്ല, ഇനിയിപ്പോൾ താമസിക്കാൻ നമുക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങി. പക്ഷേ നേരെ പോകുന്നത് പള്ളിയിലോട്ടല്ല, ഞങ്ങൾ ചെല്ലമാൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ പോയി മരിയയും സാവ്യോച്ചനും എല്ലാവരുമായിട്ട് പള്ളിയിലേക്ക് വരാനാണ് പ്ലാൻ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പാലത്തിൻ്റെ മേളിൽ നിന്ന് സൺറൈസ് ഞാൻ എടുക്കാൻ ശ്രമിച്ചതാണ്, കണ്ടത് വണ്ടിക്കകത്തിരുന്നത് കൊണ്ട് കുലുങ്ങിക്കൊണ്ടിരുന്നു മൊത്തം, അത് ഫോക്കസും കിട്ടിയില്ല. ഇപ്പം മനസ്സിലായി കാണുമല്ലോ ഏത് വീടാണ് ചെല്ലമാൻ്റെ വീടെന്ന്. ഇങ്ങോട്ടേക്ക് ആ ഒരു വഴിയേ ഉള്ളൂ. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരുത്തിന് ഇവിടെ ഉറക്കത്തിന് എണീറ്റ് നിലവിളി, എന്നെ രാവിലെ എണീപ്പിച്ചു, എനിക്ക് പള്ളിയിൽ പോകാൻ എന്നെ എണീപ്പിച്ചു, ഉറങ്ങാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവൻ്റെ ഷൂസൊക്കെ കണ്ണമ്പും കെട്ടിക്കൊടുത്തു. ഞങ്ങൾ എന്നിട്ട് ഒരു 3-4 2 വീലറായിട്ട് അനീജാസിൻ്റെയും റോബിൻ ചേട്ടൻ്റെ ഒക്കെ വണ്ടി ഉണ്ടായിരുന്നു. എല്ലാവരും പള്ളിയിലേക്ക് എത്തി. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഓല കൊടുക്കുന്നിടത്ത് നല്ല തിരക്ക്. ഇവിടുന്ന് ഓല മേടിച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ, വിശ്വവിഖ്യാതമായ സ്കൂൾ. മുമ്പത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടവർക്കറിയാൻ പറ്റും. ഇപ്പോൾ ടീച്ചേഴ്സൊന്നും അതല്ല കേട്ടോ, അതുകൊണ്ട് നിങ്ങളിപ്പോൾ സ്കൂൾ അടിപൊളിയാണ്. ഞാൻ എൻ്റെ കുക്കുവിനെ ഇവിടെ ചേർക്കണം എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ഈ ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാണ് ഞങ്ങളുടെ പ്രദക്ഷിണം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഓലയായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അച്ഛൻ വന്ന് ഓതും, ഹോളി വാട്ടർ തളിക്കും. അപ്പോൾ എല്ലാ ഓലയിലും ഹോളി വാട്ടർ വീഴുമല്ലോ, അപ്പോൾ അത് ബ്ലെസ്ഡ് ഓലയായി. എന്നിട്ട് അതും കൊണ്ട് ഞങ്ങൾ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ കറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി ആറ്റുകാല് വഴി തിരിച്ച് പള്ളിയിൽ ചെന്ന് കയറാം. നമ്മുടെ പള്ളിയുടെ മെയിൻ ഗേറ്റിൻ്റെ പണി ഞാൻ കണ്ടത് ഇപ്പോഴാണത് തുറക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. അതിവിടെ പണി നടക്കുന്ന പോലെയാണ് കിടന്നത്. നമ്മൾ സ്ഥിരം പള്ളിയിൽ പോകാത്തത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ കാണാറുന്നതാവാം. പള്ളിയിലേക്ക് എത്തിയ പാടെ തന്നെ കൊച്ചു കയ്യിൽ എൻ്റെ ഒരു 100 രൂപ അനിപ്പപ്പോൾ തന്നിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളൊരു ടോയ് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് നിന്ന്. അവനൊരു സ്പിന്നറാണ് സെലക്ട് ചെയ്തത്. ആദ്യം ഒരു കാറായിരുന്നു എടുത്തത്, പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് മരിയമ്മോൾ ചോദിച്ചത് സ്പിന്നറുണ്ട്, സ്പിന്നർ വേണ്ടേന്ന്. അങ്ങനെ പിന്നെ കാറ് തിരിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ സ്പിന്നർ മേടിച്ചു. ഇനി അടുത്ത പരിപാടി പൂജ നടക്കുന്നുണ്ട് കേട്ടോ. പ്രസംഗം കുറച്ച് ലെങ്തിയാണ്. ആ സമയത്താണ് ഇവിടെ ഓല കൊണ്ട് ക്രാഫ്റ്റ്സ് പരിപാടികളൊക്കെ നടക്കുന്നത്. എനിക്ക് വശമില്ലാത്ത പരിപാടിയാണ്, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അനീചാച്ചൻ നന്നായിട്ട് ചെയ്യും. അനീചാച്ചൻ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഇവിടെ കുരിശൊക്കെ പിടിപ്പിക്കുന്നത്. ദിയമോളുടെ കയ്യിലിരിക്കുന്നത് ദിയ ചെയ്തത് തന്നെയാണ്, അവൾ തനിയെ ചെയ്തതാണ്. ഈ വൈറ്റ് സ്കാർഫ് ഇട്ടിരിക്കുന്നതാണ് ദിയമോള്, ഇത് മരിയമോള്, അതറിയാലോ. അവൾ അനീചാച്ചൻ ഉണ്ടാക്കിയെടുത്ത സാധനത്തിൻ്റെ മേളിൽ കുരിശ് വെച്ച് പിടിപ്പിച്ചിട്ട് അവൾ ചെയ്ത മാതിരി അഭിനയിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഇപ്പുറത്തെ സൈഡിൽ സാവ്യോച്ചനെയും റോബിൻ ചേട്ടനെയൊക്കെ തിരക്കി വന്നതാണ്. പ്രദക്ഷിണം കഴിഞ്ഞ പാടെ എല്ലാവരും പല വഴിക്കായിട്ട് അങ്ങോട്ട് പോയി. ഞങ്ങൾ ടീനയും പിള്ളേരും ഒക്കെ ആയിട്ട്, അനീചാച്ചൻ്റെ മൂത്ത ബ്രദറാണ് അജിച്ചേട്ടൻ ഇപ്പോൾ വന്നിട്ടുണ്ട് എബ്രോഡിൽ നിന്ന്. അവരൊക്കെ ആയിട്ട് ഞങ്ങൾ അപ്പുറത്തെ സൈഡിലായിരുന്നു. ഇപ്പുറത്തായിരുന്നു സാവ്യോച്ചൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുമായിട്ട് എങ്ങാണ്ട് ഇവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെ അവനെയും തപ്പിപ്പിടിച്ച് ഞങ്ങളിതേ പള്ളിയുടെ സൈഡിലുള്ള ഈ വഴി പോകുമ്പോഴാണ് ചെല്ലമ്മാൻ്റെ വീട്. അങ്ങനെ പോകുന്ന വഴി രണ്ടും കൂടെ ഓല ഉണ്ടാക്കിയ കാര്യം പറഞ്ഞ് അടി കൂടിക്കൊണ്ടിരിക്കാനായിട്ടോ. സാവ്യോച്ചൻ ഉണ്ടാക്കിയ ഓലയിൽ ഏറ്റവും താഴത്തെ 2 തട്ടിച്ചിരി പ്ലാച്ചിപ്പോയി. അത് മറയ്ക്കാനായിട്ട് അവളുടെ മരിയമോളുടെ കയ്യിലിരുന്ന് ഓല വെച്ച് അത് ചുറ്റി വെച്ചേക്കുക. ഞങ്ങളങ്ങനെ തിരിച്ച് നടന്നപ്പോഴത്തേക്ക് ചെല്ലമാൻറ്റീനെയൊക്കെ അനീചാച്ചൻ കൊണ്ടുപോട്ടെ എന്ന് കരുതി. കണ്ണമ്മോനാണെങ്കിൽ ഇറച്ചി മേടിക്കാനും പോയി. അങ്ങനെ പിന്നെ അനീചാച്ചൻ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. ഇവിടെ വന്ന് ഞങ്ങളൊരു കൊഴുക്കട്ട ചിയേഴ്സൊക്കെ പറഞ്ഞ് കൊഴുക്കട്ട കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കണ്ണനെ വിളിച്ചപ്പോഴത്തേക്ക് അവിടെ കടയിൽ നല്ല തിരക്കുണ്ട്. പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരെല്ലാവരും ഇന്നിപ്പോൾ ഇറച്ചി മേടിച്ചിട്ടായിരിക്കുമല്ലോ പോകുന്നത്. അവനങ്ങനെ അവിടെ പെട്ടുപോയി. അങ്ങനെ പിന്നെ അവൻ ഇറച്ചിയൊക്കെ ആയിട്ട് വന്നിട്ട് ഞാനും അവനും കൂടെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇനി വീട്ടിൽ പോയിട്ട് വേണം ഇറച്ചിക്കറിയൊക്കെ ആക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആക്കണ്ടല്ലോ, അല്ലെന്ന് സിസിജിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നമുക്ക് രാവിലെ ആവശ്യത്തിലധികം കൊഴുക്കട്ട ഉണ്ടല്ലോ കഴിക്കാനായിട്ട്. അവിടുന്ന് ഒരു കൊഴുക്കട്ട കഴിച്ചു. തിരിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്ക് മിനിയാൻ്റെയും കൊച്ചുവപ്പയും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ദേ വർ ജസ്റ്റ് ചേഞ്ചിങ്, എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നേരെ കിച്ചണിൽ പോയി ഇവിടെ ഉണ്ടാക്കിയ കൊഴുക്കട്ടയെന്ന് ഒരു കൊഴുക്കട്ട എടുത്തു, കണ്ണമൂനും എടുത്തു. അങ്ങനെ 2ാമത്തെ കൊഴുക്കട്ട ഇവിടെ നിന്നാണ് കഴിച്ചത്. ഇനി വീട്ടിൽ പോയിട്ട് 3ാമത്തെ കൊഴുക്കട്ട കഴിക്കണം. അതോടുകൂടി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം. ആവശ്യത്തിലധികം ഷുഗർ ഞാൻ രാവിലെ തന്നെ കഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം ലിലിയംച്ചിയായിട്ടിരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു. ഇന്നലത്തെ ഹോസ്പിറ്റലിൽ പോയ കാര്യവും അതൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പോഴത്തേക്ക് വിച്ചുവും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ കേബിളിൻ്റെ വർക്കിന്
നിൽക്കുന്ന പയ്യനാണ് വിച്ചുവിനെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് വീഡിയോയിൽ. അവനും കൊഴുക്കട്ടയൊക്കെ കഴിച്ചു. ഞങ്ങളെല്ലാവരും കൊഴുക്കട്ട കഴിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിൽ വന്നിട്ട് വേണമെങ്കിൽ ഇനി ഇവിടുന്ന് കൊഴുക്കട്ട കഴിക്കാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ വിശപ്പില്ലായിരുന്നു, പക്ഷേ ഞാനൊരു ഷോർട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാണിക്കാനായിട്ട് ഞാനൊരു കൊഴുക്കട്ട എടുത്ത് കഴിച്ചു. ഇവർ രണ്ടുപേരും രാവിലെ കൊഴുക്കട്ട കഴിച്ചു. 4 കൊഴുക്കട്ട ഈ 3 പേരും കൂടെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ കഴിച്ചു. ഇതിപ്പോൾ 9:30 ആയപ്പോൾ വീണ്ടും വിശക്കുന്നു എന്നും പറഞ്ഞിട്ട് നൂഡിൽസ് അമ്മ ഉണ്ടാക്കി രണ്ടുപേരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നേരെ കിച്ചണിലോട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ ബീഫ് കറി കുറച്ച് ഗ്രാൻഡ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ കുറച്ചധികം ചെറിയുള്ളി എടുക്കുന്നുണ്ട്. സവാള എടുക്കുന്നുണ്ട്. ചെറിയുള്ളി കൂടുതലുണ്ടെങ്കിൽ ബീഫ് കറിക്ക് രുചി കൂടും. അപ്പോൾ കുറച്ച് ചെറിയുള്ളി എടുത്ത് ഞാനത് പൊളിക്കാനായിട്ട് ഇരുന്നപ്പോഴത്തേക്ക് ഒരാൾക്ക് എന്നെ അങ്ങ് സഹായിച്ചേ പറ്റൂ. പിന്നെ കുക്കു അങ്ങോട്ട് പുറത്തോട്ട് പോയി കേട്ടോ. കുരിശടിയുടെ സൈഡിലേ ഇരിക്കത്തുള്ളൂ മമ്മ, ഷെഡിലേ ഇരിക്കത്തുള്ളൂ, വെയിൽ കൊള്ളത്തില്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവൻ്റെ പുറകെ പോയി കരയാതിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞു എങ്കിൽ വാ നമുക്ക് ഉള്ളി ഉരിക്കാമെന്ന്. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഇരുന്ന് ഉള്ളി ഉരിച്ച് പാവം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കരയും ചെയ്തു, കണ്ണ് നീറിയിട്ട്. ആൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ടോയ്ലറ്റിൽ പോയിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് തന്നെ കാര്യം സാധിച്ചു. ഞാനിങ്ങനെ ഉള്ളിയൊക്കെ ആയിട്ട് നേരെ കിച്ചണിലേക്ക് വന്നു. നമ്മുടെ ഉള്ളിയൊക്കെ കഴുകിയെടുത്തു. കുറച്ച് ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടിയിട്ട് വേണം ഇറച്ചി വേവിക്കാനായിട്ട് കുക്കറിൽ വെക്കാനായിട്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം തന്നെ അവിടെ വെളിയിലിരുന്ന് അതിൻ്റെ കൂടെ ഞാൻ ഉരിച്ചെടുത്തായിരുന്നു. അമ്മ അതും കൂടെ കൊണ്ട് തന്നിരുന്നു. എന്തായാലും ചെറിയുള്ളി ഉരിക്കുകയല്ലേ, ഇതും കൂടെ പൊളിച്ചെടുക്കുക. അപ്പോൾ എല്ലാ പണിയും ഇവിടെ നിന്നും കഴിയില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. അമ്മയ്ക്ക് പള്ളിയിൽ വരാൻ പറ്റില്ലല്ലോ, അങ്ങനെ പള്ളിയിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഈ കല്ലിൽ വെച്ച് ഒന്ന് ചതച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ചെറിയുള്ളി മൊത്തം ഒന്ന് അരിഞ്ഞെടുക്കണം. തീരെ കുഞ്ഞതായിട്ട് അത് നുറുക്കൊന്നും വേണ്ട, കുക്കറിൽ വേവാനുള്ളതല്ലേ. അപ്പോൾ ഞാൻ ഒരു 2-3 കഷ്ണമാക്കി. ചിലതൊക്കെ തെറ്റും പിറ്റും അങ്ങനെ തോന്നിയ പോലൊക്കെ അരിഞ്ഞങ്ങിട്ടു. പിന്നെ ഒരു തക്കാളിയല്ല 2 പോർഷൻ തക്കാളി ഫ്രിഡ്ജിൽ എപ്പോഴും എടുത്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അത് 2 അരിഞ്ഞങ്ങോട്ട് ചേർത്ത് 2 പച്ചമുളകും കൂടെ കീറിയിട്ടു. അമ്മ ഇറച്ചി കൊണ്ടുവന്നപ്പോഴേ ഞാൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അമ്മ ഇറച്ചിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ തിരക്ക് കൂടുമ്പോൾ ഇറച്ചി വലിയ പീസസ് ആയിട്ടാണ് കേട്ടോ വെട്ടിക്കിട്ടുന്നത്. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ചെറുതാക്കണം. നമ്മളല്ല ഇവിടെ ഞങ്ങൾ കഴിക്കുമ്പോൾ അത്ര വലിയ പീസസ് എടുക്കാറില്ല. കറിക്ക് ബിരിയാണി ഉണ്ടാക്കാനായിരുന്നെങ്കിൽ പക്കായിരുന്നു. പക്ഷേ എൻ്റെ മൈൻഡിൽ ഇനിയിപ്പോൾ ഈസ്റ്ററിന് ബിരിയാണി വെക്കാം, അതുവരെ ബിരിയാണി ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അമ്മയടുത്ത് അരി തന്നെ അടുപ്പത്തിട്ടോളാൻ പറഞ്ഞത്. ഞങ്ങൾ വെക്കുന്ന അരി ഏത് അരിയാണെന്ന് എന്നുള്ളൊരു കമൻ്റ് ഉണ്ടായിരുന്നു. എടാ അത് നമ്മുടെ റേഷൻ അരിയില്ലേ, ഈ ചിലപ്പോൾ ചുവന്നരി അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളയരി. അമ്മയുടെ കാർഡിൽ കിട്ടുന്ന അരി അത് നമുക്കാണ് തരിക. അമ്മ ഇവിടെ വന്നേ പിന്നെ അമ്മ ആ അരിയും വെള്ളയരിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് ചോറൊരു പരുവാകും കേട്ടോ, അത്ര ഇരിക്കത്തില്ല. പിന്നെ നമ്മൾ ഉച്ചയ്ക്കത്തേക്ക് മാത്രമല്ലേ വെക്കുന്നുള്ളൂ, രാത്രി മിക്കപ്പോഴും ചോറ് എടുക്കാറില്ലല്ലോ. ഇറച്ചിയൊക്കെ കഴുകിയ ഇറച്ചി ഒന്ന് പിഴിഞ്ഞെടുത്ത് കുക്കറിലേക്ക് ഇട്ടിട്ട് ഞാൻ വെള്ളം ചേർക്കത്തില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇറച്ചിക്കറിയുടെ ടേസ്റ്റിനെ അത് ബാധിക്കും, ഒരു പച്ച രുചി വരും. ഇറച്ചിക്കകത്ത് നിന്ന് തന്നെ വെള്ളം മൂസ് ഔട്ട് ചെയ്ത് വന്നോളും. അരിഞ്ഞു വെച്ചിരുന്ന ചെറിയുള്ളിയും പച്ചമുളകും തക്കാളിയും പിന്നെ പൊടികളായിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇടുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒരടപ്പ് നിറച്ച് വേണമെന്നില്ല, ഇത്തിരി വിനാഗിരി അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് ഈ ഒരു ലിവറിൻ്റെ പീസ് ഇറച്ചിയുടെ കൂടെ വെന്ത് കഴിഞ്ഞാൽ ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട് ഇറച്ചിക്കറിയുടെ കളറ് ഒരു കറുത്ത കളർ പോലെ വരും. അതുകൊണ്ട് ഒരു ചെറിയ പാത്രത്തിലോട്ട് അത് മാറ്റി അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് നമുക്കിനി വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ, ലോ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ. ഇറച്ചി പിടിക്കുമ്പോൾ നല്ല ബലം തോന്നിക്കുന്നുണ്ടെങ്കിൽ ഒരു വിസിലും കൂടെ അധികം ആവാം കേട്ടോ. എനിക്കങ്ങനെ തോന്നിയില്ല, അതുകൊണ്ട് 4 വിസിൽ തന്നെ മതി. അമ്മ അതിനിടയിൽ എന്തോ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഞാൻ ഈ ചുമ്മാ തുടയ്ക്കുന്നതിൻ്റെ കാര്യം വല്ലതും ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനൊക്കെ എല്ലാ ഫ്രെയിമിലും ഒരു ഈച്ച എവിടെന്നെങ്കിലും വരും. അപ്പോൾ അതിനെ ഓടിക്കാനായിട്ടുള്ള പരിപാടിയാണ് എൻ്റെ ഈ പുൽത്തൈലം പ്ലസ് ഡെറ്റോൾ സൊല്യൂഷൻ ഇട്ട് ഒന്ന് തുടയ്ക്കുക. ഈ തുടയ്ക്കുന്നത് ഇത്തിരി നേരത്തേക്കേ കാണത്തുള്ളൂ, ഹാർഡ്ലി ഒരു 5 മിനിറ്റത്തേക്ക് ഇനി ഇവിടെ ഈച്ച വരത്തില്ല. അത് കഴിയുമ്പോൾ വീണ്ടും ആ ഒരു ഈച്ച വീണ്ടും ഫ്രെയിമിൽ വരും. എനിക്കാണെങ്കിൽ അതിനെ കാണുന്നതും ഇഷ്ടമല്ല, അത് ഈ ഫ്രെയിമിൽ കിടക്കുന്നതും ഇഷ്ടമല്ല. ചില സമയത്ത് ഞാൻ അവിടെ മാറി നിന്നിട്ട് ഇത് പോകാനായിട്ട് കുറേ വീശിയിട്ടാണ് ബാക്കി വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ലേറ്റ് ആയല്ലോ, അപ്പോൾ ഇന്നിപ്പോൾ നേരത്തെ ലഞ്ചും കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും നേരത്തെ അല്ലേ കഴിച്ചേക്കുന്നത്. അപ്പോൾ 12:30 ആകുമ്പോഴത്തേക്ക് ലഞ്ച് ആകുകയും വേണമല്ലോ. എന്തായാലും ഈച്ചേനെ ഞാൻ തുരത്തി ഓടിച്ചു. അവിടെ ഒന്ന് കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പച്ചക്കറിക്കായിട്ട് ഇന്ന് ഞാൻ കുറച്ച് ബീൻസും ഇത്തിരി ക്യാരറ്റും കൂടെ എടുത്തു. അത് രണ്ടും ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഈ പാത്രമാണ് ഞാൻ നിങ്ങളെ കാണിക്കാം എന്ന് പറഞ്ഞിരുന്ന വേളാങ്കണ്ണിയിൽ നിന്ന് ഞാൻ മേടിച്ച ഇന്ത്യാലയത്തിൻ്റെ പാത്രം. പക്ഷേ ഇത് ഇന്ത്യാലയം അല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. ഇന്ത്യാലയത്തിന് നല്ല വെയിറ്റ് വരും, ഇതിനത്ര വെയിറ്റ് ഇല്ലല്ലോ. ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളർ കണ്ടിട്ടാണ് ഞാൻ മേടിച്ചത്. ഇതിന് തന്നെ ഒരു അടപ്പുണ്ട്, അതും കാണിച്ചു തരാം. കുക്കർ വിസിലടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഒരുത്തൻ കണ്ണും അടച്ചിരിക്കുന്നത്. പേടിയാണത്, കണ്ണടയ്ക്കുമ്പോഴത്തേക്ക് സൗണ്ട് കേൾക്കാതിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ചെവി പൊത്തിപ്പിടിക്കുന്നതൊക്കെ പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ്. ഇവൻ ഇങ്ങനെയാണ് കേട്ടോ, അടുക്കളയിൽ വന്നിട്ട് ചോറ് വെച്ചിട്ടുണ്ടെങ്കിലും പറയും ഞാൻ അടുക്കളയിൽ പോകത്തില്ല, അവിടെ ചോറുണ്ട്, ചോറ് ഷൂന്ന് വെക്കുമെന്നും പറഞ്ഞിട്ട് എന്തിനെങ്കിലും വേണമെങ്കിൽ ഇതേപോലെ കണ്ണും പൂട്ടി വന്ന് താഴെ വീഴും. പച്ചക്കറി വേവാനായിട്ട് ഞാൻ ഇച്ചിരി ഉപ്പും വെള്ളവും ഒഴിച്ച് അങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. തോരനാണ് എൻ്റെ പ്ലാൻ, പക്ഷേ അത് ഇത്തിരി വേവണം. അതുകൊണ്ട് ഞാൻ ആദ്യം താളിച്ചില്ല. ക്യാരറ്റിൻ്റെ പീസും അത്ര ചീകിയല്ല എടുത്തിരിക്കുന്നത്, അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേവ് വരും.
അങ്ങനെ അത് രണ്ടും കൂടെ ആ പാത്രത്തിലിരുന്ന് വേവട്ടെ. ഇറച്ചി ഏതാണ്ടായി, വിസിൽ വന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇനി ഒരു ഒറ്റ വിസിലും കൂടെ, ലോ ഫ്ലെയിമിൽ ലാസ്റ്റ് വിസിൽ അതും വന്നു. ഇനി നമുക്കിത് താളിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം ഞാൻ ഇട്ട് കൊടുത്തത് സവാളയാണ്. താളിക്കാനായിട്ട് ഒരു ചെറിയ സവാളയും ഒരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. സവാള പെട്ടെന്നൊന്ന് വഴന്ന് വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്നും ഒരു ബ്രൗൺ കളർ ആയി തുടങ്ങണം. മൊത്തത്തിൽ ബ്രൗൺ ആവണ്ട, കരിഞ്ഞത് കണക്ക് വരെയും വേണ്ട, ചെറുതായിട്ടൊരു ബ്രൗൺ ആവുന്നത് വരെ നമുക്കിതൊന്ന് ചിക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മുഴുവൻ മസാലകളായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് പെരുംജീരകം, പിന്നെ ഒരു 2-3 ഗ്രാമ്പു, 3 എപ്പോഴത്തെ എൻ്റെ കണക്ക്, ഒരു 3 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട. ഉള്ളി ഒന്ന് ബ്രൗണായി തുടങ്ങുമ്പോൾ ഈ മസാലകൾ ഇപ്പോൾ ഇട്ട് നമ്മുടെ മുഴുവൻ മസാല ഐറ്റംസ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ അത്രയും നേരം കിടക്കുമ്പോൾ ഈ ഗ്രാമ്പും ഒക്കെ ഉണ്ടല്ലോ കൊള്ളി പോലാവും. ഉള്ളി മൊരിഞ്ഞ് വരുന്ന അത്രയും സമയം അത് തീയിൽ കിടക്കണ്ടേ. അപ്പോൾ അതനുസരിച്ച് കുറച്ച് പതുക്കെയായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഉള്ളി ബ്രൗണായി തുടങ്ങുമ്പോൾ. പട്ടയാണെങ്കിൽ ഒടിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എങ്ങനെയോ കുത്തി ഒടിച്ചൊക്കെ ഇട്ടു. എന്നിട്ട് ഉള്ളി ഒന്ന് ബ്രൗണായി തുടങ്ങിയപ്പോൾ ഞാൻ ഒരു ലേശം കുരുമുളക് പൊടിയും ഇത്തിരി ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ നിറയെ, മുളക് പൊടി സാധാ മുളക് പൊടി 2 സ്പൂൺ നിറയെ, കാശ്മീരി മുളക് പൊടി ഒരു 3 സ്പൂണൊക്കെ ഞാൻ ചേർക്കും. എനിക്ക് നിറം വേണം എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഒരു 3 സ്പൂൺ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിക്കേ ചെയ്യാവൂ, കരിയരുത്. കരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രുചി വരും കറിക്ക്. മൂപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു വലിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്, അത് മതി. നമ്മൾ കുക്കറിൽ വേവിച്ച് ഇറച്ചിയുടെ കൂടെയും ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്. ഇത് അടുത്ത തക്കാളി, അങ്ങനെ മൊത്തം 2 തക്കാളി. 1 കിലോ ഇറച്ചിക്കാണ് കേട്ടോ ഞങ്ങൾ ഈ കറി വെക്കുന്നത്. ഇതൊരുമാതിരി കുക്കറി ഷോവലായി പോകുന്നല്ലേ, അത്രയും കണക്കൊന്നും നമുക്ക് വേണ്ട. അതൊന്ന് തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇറച്ചി കുക്കറിൻ്റെ വിസിൽ തുറന്നു വിടാം. അത് അങ്ങനെ ഇരുന്നിട്ട് പതുക്കെ എടുത്താലും മതി. പക്ഷേ ഓൾമോസ്റ്റ് ലഞ്ച് ടൈം ആയി തുടങ്ങിയായിരുന്നു, ഒരു 12 മണിയൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിൻ്റെ വിസിൽ പതുക്കെ പൊക്കി ആ ഒരു സ്റ്റീം വെളിയിൽ പോയി കഴിഞ്ഞിട്ട് കുക്കർ തുറന്ന് ആ ഇറച്ചിയും വെള്ളവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലൂടെ ഞാനിനി വെള്ളം ആഡ് ചെയ്യുന്നില്ല കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടെ മേലെയൊന്നും ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ മോരുകറി, മുരിങ്ങക്കോലും മാങ്ങയൊക്കെ ഇട്ട് വെച്ച കറിയുടെ ചാറിരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് മോര് കാച്ചണ്ട, രസം ഉണ്ടാക്കണ്ട, ചാറിരിപ്പുണ്ടല്ലോ സൈഡിലിരിക്കുന്നു. അത് ഞാനൊരു രാവിലെ ഈ പരിപാടിയൊക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിരുന്നു. അങ്ങനെ വെക്കുമ്പോൾ പിന്നീട് ചൂടാക്കി എടുക്കണ്ടല്ലോ, കറിയിൽ ചൂട് ചോറിലോട്ട് എടുത്ത് ഒഴിച്ചാൽ മതി, തണുപ്പൊന്ന് വിട്ടിരിക്കും. ഇത് നമ്മുടെ തോരൻ്റെ പച്ചക്കറികൾ വെന്തിട്ട് ഞാനത് അപ്പുറത്തോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് താളിച്ച് കൂട്ടാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി കടുകും 2 ചെറിയുള്ളി നൈസായിട്ട് തിന്നായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതൊന്ന് കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് 2 പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്തോട്ട് പൊടികളായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഇത്തിരി മഞ്ഞപ്പൊടിയും ഇത്തിരി ജീരകപ്പൊടിയാണ്. എന്നിട്ട് ഇത് ചിക്കി ഒന്ന് മൂപ്പിച്ചിട്ട് ഇത് ആ പാത്രത്തിലേക്ക് തട്ടാന്ന് കരുതി. ഇനിയിപ്പോൾ വേറൊരു പാത്രം തോരനായിട്ട് എടുക്കണ്ടല്ലോ, താളിക്കാനായിട്ട് ഞാൻ എപ്പോഴും ഈ ഒരു കടായിയാണ് എടുക്കുന്നത്. അതിൻ്റെ അകത്ത് ഇച്ചിരി തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ തോരൻ റെഡിയായി. അങ്ങനെ ആ തേങ്ങയും വെളിച്ചെണ്ണയും കൂടെ പച്ചക്കറി വെന്തതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തു. നമ്മുടെ തോരനും റെഡി. ഇനി ഇതും അങ്ങോട്ട് അടച്ചു വെച്ച് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. ഗ്യാസിൻ്റെ പുറമൊക്കെ ഇതിനിടയ്ക്ക് ചോറായി കേട്ടോ. ചോറ് അമ്മ തന്നെ അടച്ചിട്ടത് കൊണ്ട് അത് വെളിയിൽ വെച്ചിട്ടാണ് അടച്ചിട്ടത്. അപ്പോൾ അതൊന്നും ഇതിൻ്റെ അകത്ത് പെട്ടില്ല വീഡിയോയ്ക്കകത്ത്. അങ്ങനെ ചോറൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ എൻ്റെ പ്രധാന പരിപാടി ഇതാണ് കേട്ടോ, ടാങ്ക് കലക്കുക. അതിന് ലൈം, ഒരു ചേച്ചി ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണിത്. ടാങ്കിൻ്റെ ലൈം മേടിച്ചിട്ട് നമുക്കതിൽ തണുത്ത സോഡ മിക്സ് ചെയ്താൽ നല്ല അടിപൊളി സോഡ ലൈം കിട്ടും. പഞ്ചസാര പോലും ഇടണ്ട. അപ്പോൾ ഞാൻ അതാണ് ഇപ്പോൾ മെയിനായിട്ട് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലഞ്ച് കഴിഞ്ഞ് കുടിക്കാനുള്ള ബോട്ടിലാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഡ രാവിലെ തന്നെ മേടിച്ച് ഫ്രിഡ്ജിൽ വെക്കും മിക്കപ്പോഴും. അല്ലെങ്കിൽ അമ്മ രാത്രി പാല് മേടിക്കും രാവിലെ ഇവർക്ക് കൊടുക്കാനൊക്കെ ആയിട്ട്. ആ സമയത്ത് ഞാനൊരു സോഡയും കൂടെ മേടിപ്പിക്കും, എന്നിട്ടത് ഫ്രിഡ്ജിൽ വെക്കും. രാവിലെ ആകുമ്പോൾ മെയിൻലി ലഞ്ച് ടൈമിലാണ് ഇത് ചെയ്യുന്നത്. ഇത്തിരി പൊടിയുമായിട്ട് ഈ ഒരു കുപ്പിയിൽ കലക്കി അങ്ങ് വെക്കും. എല്ലാവരും ഓരോ ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ബാക്കി വരും. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എനിക്ക് വെപ്രാളം വരുമ്പോൾ ഞാനെടുത്ത് കുടിക്കും. വണ്ണം കൂടാൻ വേറെ എങ്ങും പോകണ്ട, അത്രയ്ക്ക് ഷുഗറാണ്. നിങ്ങൾ ഡയറ്റിംഗ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അങ്ങനെ കുടിക്കുകയേ ചെയ്യരുത് കേട്ടോ. ഭയങ്കര ഷുഗർ കണ്ടൻറ്റാണ് ഈ ടാങ്കിൻ്റെ പൗഡറിൻ്റെ അകത്തൊക്കെ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വിയർത്ത് അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ഈ ചൂടത്ത്, പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു തണുത്ത സോഡ ലൈം കുടിക്കുന്ന സുഖം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതും അൺബീറ്റബിളാണ്. അപ്പം ഞാൻ അതാണ് ചൂസ് ചെയ്തത് തടിയേക്കാളും. ഞാൻ ചോറ് ഇടുവാണ് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട്. എനിക്കും കുക്കൂനും കൂടെ ഞാൻ ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് 2 പാത്രത്തിലും ചോറ് ഏകദേശം ഒരുപോലെ ഇരിക്കുന്നത്. ഒന്ന് അലനും ഒന്ന് എനിക്കും കുക്കൂനുമായിട്ട്. അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡയലോഗുണ്ട്. ഇന്നലെ പറയുവാണ് എനിക്ക് 8 ഇയേഴ്സ് ഓൾഡായി കഴിഞ്ഞിട്ട് അമ്മ എന്നെ കുളിപ്പിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഇന്നായപ്പോഴത്തേക്ക് പറയാം എനിക്ക് 8 ഇയേഴ്സ് ഓൾഡായി കഴിഞ്ഞിട്ട് അമ്മ എനിക്ക് വാരി തരുന്നില്ല എന്ന്. പക്ഷേ തെളിവ് നിങ്ങളുടെ കയ്യിലും എൻ്റെ കയ്യിലും ഉണ്ടല്ലോ. ഞാൻ ഈ വീഡിയോസിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അവനാണ് ഏറ്റവും കൂടുതൽ വാരി കൊടുക്കുന്നത്. നിലുവിന് ഞാൻ വാരി കൊടുക്കാറേ ഇല്ല, അവൻ തന്നെയാണ് കഴിക്കുന്നത്. അങ്ങനെ ഇമോഷണലായിട്ട് അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങ് വാരി കൊടുക്കാമെന്ന്. എന്തുകൊണ്ട് എനിക്കും അവനും കൂടെ ഒരുമിച്ചിട്ടു. നിലുവിനുള്ളത് ഒരു ചെറിയ ബൗളിൽ ഓൾറെഡി അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് വാരി കൊടുക്കാനാണ് എടുത്തത്.
പക്ഷേ ഞങ്ങളിങ്ങനെ ടേബിളിൽ ചുറ്റും ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആളിനി അമ്മേൻ്റെ കൂടെ പുറത്ത് പോകത്തില്ല. പക്ഷെ എൻ്റെ കൊച്ച് നന്നായിട്ട് കഴിക്കും. ഒരു മാറ്റും കൂടെ വെച്ച് കൊടുത്താൽ മാറ്റെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. എനിക്ക് മാറ്റ് തന്നില്ല, എനിക്ക് മാറ്റ് കിട്ടിയില്ല, എനിക്ക് കസേര കിട്ടിയില്ല എന്നൊക്കെ പറയും. ഇതാണ് ഇവരുടെയൊക്കെ സ്ഥിരം സീറ്റ് കേട്ടോ. അലൻ ഇങ്ങേയറ്റം, അവൻ അങ്ങേയറ്റം. ഇവിടെ മാരേജ് കഴിഞ്ഞ് വരുമ്പോൾ ഡാഡയുടെ ചെയറാണ് അലൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഹെഡ് ഓഫ് ദ ഫാമിലിയുടെ ചെയറാണത്. ഇപ്പുറത്തെ ഹെഡ് ഓഫ് ദ ഫാമിലി, അങ്ങറ്റത്ത് ടെയിൽ ഓഫ് ദ ഫാമിലി, തലയും വാലും. കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അച്ചുചേട്ട വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ചുചേട്ട ജർമ്മനിയിലാണ് കേട്ടോ. ലില്ലിയംചേട്ട അനിയത്തിയാണ് ബൈ ദ വേ ചെല്ലമ്മേണ്ടി. ചെല്ലമ്മേണ്ടിക്ക് 4 മക്കളാണ്. അനുചേച്ചി, അജുചേട്ട, അനീചാച്ചൻ, അച്ചുചേട്ട. അങ്ങനെ ഇവിടുത്തെ ഓശാനയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കും കടലിന് വീടുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഒന്ന് കാണിക്കണമെന്ന്. നമ്മുടെ മതിലാണിത്, കോമ്പൗണ്ട് വാൾ. ഇത് കഴിഞ്ഞാൽ ദേ ഈ റോഡാണ്. ഈ റോഡ് കഴിഞ്ഞാൽ അലനൊക്കെ ക്യാരം ബോർഡ് കളിക്കുന്ന സ്ഥലം, അതിനപ്പുറത്തായിട്ട് കടൽ. ഇത്രയും ദൂരമാണ് വീടിനും കടലിനുമായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ കടൽ ഓഫ് ദ ഡേയോടുകൂടി ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. ഇനി ഞാൻ എവിടെയെങ്കിലും പോയി കിടന്ന് കുറച്ച് ഉറങ്ങട്ടെ. രാവിലെ എണീറ്റതല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.